Well, hello, guys. It's your boy Sri here. X300, Kuttichatan, the most awaited, the most celebrated, the most exciting phone of the year എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. ആൻഡ് ദിസ് ഇസ് നോട്ട് എ റിവ്യൂ, ഇതിൻ്റെ ഒരു റിവ്യൂ അല്ല, പക്ഷേ ഒരു റാദർ ഇംപ്രഷൻസ് ആണ്. എൻ്റെ റിവ്യൂവിന് മുന്നേ ഞാനിപ്പം 1-2 ദിവസമല്ലേ ആയിട്ടുള്ളൂ ഈ ഫോൺ ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. ആൻഡ് അതിൽ നിന്ന് എനിക്ക് ഇതിൽ പുതിയ തോന്നിയ കാര്യങ്ങളും നിങ്ങളൊരു ഫുൾ ഫ്ലെഡ്ജ് റിവ്യൂവിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ എക്സൈറ്റഡ് ആവണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഐ ആം ഓൾവേസ് ഹാപ്പി ടു സേ ഒറിജിനോയ്സ് ഇതിനകത്ത് എത്തിയിട്ടുണ്ട്. ആൻഡ് ഗൈസ്, ട്രസ്റ്റ് മീ, ഒറിജിനോയ്സ് ഇസ് സൂപ്പർ ഗുഡ്, ഭയങ്കര അടിപൊളിയാണ്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിൻ്റെ ഫ്ലൂയിഡിറ്റി, അനിമേഷൻസ്, അതിൻ്റെ ഇൻസ്പിറേഷൻ ഫ്രം iOS, സാംസങ്, സ്റ്റോക്ക് ആൻഡ്രോയിഡ് നിന്ന് എല്ലാം ഇൻസ്പിറേഷൻ എടുത്തിട്ടുണ്ട്. അതിനെല്ലാം ഉപരി ഒറിജിനോയ്സ് ഇസ് നൊട്ടോറിയസ്ലി നോൺ ഫോർ ഇറ്റ് സ്റ്റെബിലിറ്റി. ചൈനയിലൊക്കെ ഒറിജിനോയ്സ് ഉള്ള ഫോൺസിനകത്ത് അങ്ങനെ ബഗ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ആൻഡ് ഗ്ലോബലി ഇപ്പോൾ ഒറ്റ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇച്ചിരിയുടെ ബാക്കപ്പും സപ്പോർട്ടും റീസെർച്ചും ഒക്കെ യുനാനിമസ്ലി ഫണ്ടഡ് ആയിരിക്കും. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ യു ഗെറ്റ് ബേസിക്കലി എ ബെറ്റർ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. ആൻഡ് രണ്ടാമത്തെ, നിങ്ങൾ ഏറ്റവും എക്സൈറ്റഡ് ആവേണ്ട ഈ ക്യാമറ, എന്താ പറയാറുള്ളത്, എനിക്ക് എൻ്റെ ടു ബി വെരി ഓണസ്റ്റ്, ഞാനിപ്പോൾ ഒരു പോർട്രേറ്റ് എടുക്കുകയാണെന്ന് വെച്ചോ, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെയൊക്കെ, അവൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഷൂട്ട് നടത്തുവാണെങ്കിൽ റാദർ ദാൻ മൈ S5 Mark II X വിച്ച് ക്യാൻ ഷൂട്ട് ഒരു പ്രോപ്പർ സിനിമ എടുക്കാൻ പറ്റുന്ന ക്യാമറയാണ്, പക്ഷേ ഐ വിൽ ചൂസ് ദിസ് ഗൈസ്. കാരണം ഫോട്ടോ എടുക്കുക ഭയങ്കര ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുണ്ട്, ഭയങ്കര രസമായിട്ടുണ്ട്, പ്രോപ്പർലി ലിറ്റ് ആയിട്ടൊരു എൻവയൺമെൻറ്റിനകത്ത് വിവോയുടെ പ്രോസസ്സിങ് ഈ ഒട്ടം എനിക്ക് ഇച്ചിരി കൂടെ കോൺട്രാസ്റ്റി ആയിട്ട് തോന്നി, ഇച്ചിരി കൂടി റിഫൈൻഡ്, പോളിഷ്, സാച്ചുറേറ്റഡ്. അൺലൈക്ക് വിവോ എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഇച്ചിരി കൂടെ കളർഫുൾ ആൻഡ് ലൈഫ് ഉള്ളൊരു ഫോട്ടോസ് ഇപ്പം വിവോ എനിക്ക് തരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനകത്ത് സെറ്റപ്പ് 200 MP, 50 MP, പിന്നെ ഫ്രണ്ടിൽ സെൽഫിയിൽ 50 MP വരുന്നുണ്ട്. അതിനകത്ത് ഓട്ടോ ഫോക്കസും വരുന്നുണ്ട്. എല്ലാം കൊണ്ടും ക്യാമറാസിനകത്ത് ഞാൻ ഇച്ചിരി സാമ്പിൾസ് ഇവിടെ കാണിച്ചു തരാം. ബട്ട് ഐ തിങ്ക് യു ഗൈസ് ഷുഡ് ബി റിയലി എക്സൈറ്റഡ് അബൌട്ട് ദ ക്യാമറ ഒരു രക്ഷയില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, guys, the form factor is so good. So എൻ്റെ i17-ഉം 16-ഉം ഒക്കെ വെച്ച് നോക്കുമ്പം ഓൾമോസ്റ്റ് സെയിം ഇൻ ഹാൻഡ് ഫീൽ അല്ല. ഈവൻ ദോ 6.3 ഇഞ്ച് ആണെങ്കിലും ദിസ് സംഹൗ ഫീൽസ് മച്ച് ലൈറ്റർ, മച്ച് മാജിക്കൽ ടു ഹോൾഡ് ഇൻ യുവർ ഹാൻഡ്. ഭയങ്കര രസമാണ്. പിന്നെ ഡിസ്പ്ലേ, സ്പീക്കേഴ്സ്, കാര്യങ്ങളൊക്കെ വിവോ ആണ്. ദേ ഹാവ് ഫണ്ടമെൻ്റലി നെയിൽഡ് ഇറ്റ്. 4500 സ്പീക്ക് ബ്രൈറ്റ്നസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ആൻഡ് തെർമൽസിൻ്റെ കാര്യത്തിനകത്ത് ഞാൻ ഇച്ചിരി കൺസേൺഡ് ആണ്. അതിന് മേ ബി യു ഷുഡ് സബ്സ്ക്രൈബ് ടു വാച്ച് ദ ഫുൾ റിവ്യൂ. അതിനകത്ത് ഞാൻ പറഞ്ഞുതരാം തെർമൽസ് എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യും, എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്തിരിക്കാം. അത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാരണം ഈ വട്ടം ഇവർ ഡിമെൻസിറ്റിയുടെ 9500 എന്ന് പറയുന്നത് 3 nm പ്രോസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ ഗുഡ് പ്രോസസ്സർ. അതിനകത്ത് GPU ആമിൻ്റെ G1 Ultra എന്ന് പറഞ്ഞ GPU. ഞാൻ ഇത് ഒരുപാട് ഫോൺസിന് അങ്ങനെ കണ്ടിട്ടില്ല. സാധാരണ ഇത് മാലിയുടെ GPU പോകുന്നെങ്കിലും ഈ വട്ടം ആമിൻ്റെ GPU അവർ പോയപ്പോൾ ഹൗ ഈസ് ഇറ്റ് എന്നെടുത്ത് ചോദിച്ചാൽ വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. ബാറ്ററി ലൈഫ് 6040 എനിക്ക് ആണ് ഇന്ത്യൻ മാർക്കറ്റിനകത്ത്. ഗ്ലോബൽ മാർക്കറ്റിനകത്ത് വേറെ ബാറ്ററി ലൈഫ് ഇസ് പ്ലെൻറ്റി ഇനഫ്. ഒരു കുഞ്ഞു ഫോണിനകത്ത് എത്ര ബാറ്ററി ലൈഫ് വേണം, അത് ധാരാളം ഇവിടെ ഉണ്ട്. ക്യാമറാസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ലോണം ഉപയോഗിച്ചാലും ഐ ക്യാൻ അഷ്യൂർ യു, ഇനിഷ്യലി എൻ്റെ ഒരു ടെസ്റ്റിങ്ങിൽ നിന്ന് ഒരു 1 day യു ക്യാൻ കിട്ടും, അത് എനിക്ക് ഉറപ്പാണ്. സ്പീക്കേഴ്സ് ഒരു കുഞ്ഞു ഫോണിനാണെങ്കിലും നല്ല സ്പീക്കേഴ്സാണ്, പ്രീമിയം ഡിസൈൻ, പ്രീമിയം ബിൽഡ് ക്വാളിറ്റി. പിന്നെ ആർമർ ഗ്ലാസ് ആണ് ബാക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി വെരി നൈസ്. ആർമർ ഗ്ലാസിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഡയമണ്ട് ആർമർ ഗ്ലാസ് ആണ് X300 പ്രോവിനകത്ത്. ഞാൻ ആദ്യം X300 നല്ലോണം എക്സ്റ്റെൻസീവ്ലി ടെസ്റ്റ് ചെയ്ത് യൂസ് ചെയ്തിട്ട് പ്രോവിനകത്തോട്ട് പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ച ഒരാളാണ്. അതുകൊണ്ട് ഐ തിങ്ക് കൺസ്ട്രക്ഷൻ, ബിൽഡ് ക്വാളിറ്റി എല്ലാം നല്ലതാണ്. നിങ്ങൾക്ക് ഇൻ ഹാൻഡ് ഫീൽ ഇതിൻ്റെ ഭയങ്കര സുപ്പീരിയർ. എസ്പെഷ്യലി വിവോ അവന്മാർ കേസൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ കേസ് ഇട്ട് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഹാസ് ദാറ്റ് സുപ്പീരിയർ കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പ് ഇൻ ഹാൻഡ് ഫീൽ. ബാക്കിൽ ഇത്രയും വലിയ റൗണ്ട് ഔട്ട് ക്യാമറ കട്ടൗട്ടൊക്കെ വരുമ്പോൾ ഞാൻ റോഡിലൊക്കെ പോയപ്പോൾ ചോദിച്ചു എൻ്റെ അടുത്ത് 2-3 ടെക് അറിയാവുന്നത്, എടാ അത് പുതിയ X300 ആണോ എന്ന് ചോദിച്ചു. സോ ഐഫോണിൻ്റെ കണക്ക് ഒരു ഐഡൻറ്റിറ്റി വിവോ X300ഉം വിവോയുടെ X സീരീസ് ബിൽഡപ്പ് ആയി വരുന്നുണ്ട്. ഇറ്റ്സ് എ ഗുഡ് തിങ്. വെരി വെരി നൈസ്. പിന്നെ എല്ലാ ലേറ്റസ്റ്റ് ആയുള്ള ഇൻഫ്രാറെഡ് NFC കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ട്. ഇറ്റ്സ് എ വെരി ഫുൾ ഫ്ലെഡ്ജ് മിനി കോമ്പാക്ട് ഫോൺ എന്നെനിക്ക് പറയാനുള്ളത്. ഈ വർഷം ഇത് മൈ പ്രഡിക്ഷൻ ഇസ് ദിസ്, ചവർ കണക്കിന് ഇത് വിറ്റു.
കവർ കണക്കിന് ഇത് വിറ്റു എന്ന് ഞാൻ 100% എഴുതിത്തരാം. അതേപോലെ ഗൈസ് ഞാൻ ഫോൺ നല്ലോണം വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്യുന്നതെല്ലാം ട്വിൻസ് മൊബൈൽസ് പട്ടത്തു നിന്നാണ്. സോ മേ ബി നിങ്ങൾ അവിടെ പോയി നോക്കുക, അവിടെ പോയി ടെസ്റ്റ് ചെയ്യുക ഫോണൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ. ഈവൻ ദോ ഐ എം എക്സൈറ്റഡ് ഫോർ ദ ഫുൾ റിവ്യൂ, യെസ് ഡെഫിനറ്റ്ലി എക്സൈറ്റഡ്. ആൻഡ് ഇതിനകത്ത് വേറൊരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ള, ഒറിജിനോയസും പുതിയ ക്യാമറ സിസ്റ്റവും അതേപോലെ തന്നെ പുതിയ GPUവും അണ്ടർ റേറ്റഡ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ദീസ് തിങ്സ് ആർ ഗോയിങ് ടു ബി എ കില്ലർ ഗെയിം ചേഞ്ചർ ഫോർ വിവോ. എനിക്ക് എത്ര പറയുള്ളൂ, ഞാൻ കൂടുതൽ ഹൈപ്പ് ഇട്ട് വെറുപ്പിക്കുന്നൊന്നുമില്ല. സോ ഗൈസ് ഒരു സ്മോൾ ഇംപ്രഷൻസ് വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, എനിക്ക് ഐ ബിലീവ് വിവോ ഹാസ് ഡൺ സംതിങ് ടു ദെയർ സ്പീക്കർ. ഈ വട്ടം എനിക്ക് ഇച്ചിരി കൂടെ ലൈഫ് ഫുൾ സ്പീക്കറാണ് കിട്ടുന്നത്. മേ ബി എൻ്റെ തോട്ടായിരിക്കാം, പക്ഷേ എനിക്ക് ഇച്ചിരി കൂടെ രസമുള്ള ലൈഫ് ഫുൾ സ്പീക്കറാണ്. ആൻഡ് ഹാപ്റ്റിക്സ് ഒക്കെ വിവോയുടെ ടോപ്പ് നോച്ചാൽ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഹാപ്റ്റിക്സ്, സ്പീക്കേഴ്സ്, കാര്യങ്ങളൊക്കെ അടിപൊളി. ഞാൻ വറീഡ് ആയിട്ടുള്ള തെർമൽസിൻ്റെ ഒരു കാര്യത്തില്ല, അത് ക്യാമറ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ചെറുതായിട്ട് തോന്നി. ബട്ട് എൻ്റെ എക്സ്റ്റെൻസീവ് ടെസ്റ്റിങ്ങിൽ ഞാൻ നിങ്ങളെ അത് കൂടുതലായിട്ട് പറഞ്ഞു തരാം. ദിസ് ഇസ് എ വീഡിയോ ടെസ്റ്റ്. കാലനക്കായിരിക്കും, വയ്യാത്തതുകൊണ്ടാണ് ഞാൻ പുറത്തൊന്നും പോകാത്ത. സൂം നോക്കൊരു 10x സൂം നോക്കാം. ദാറ്റ് ഇസ് ഐഫോൺ ലെവൽ സൂം ബ്രോ. 15x. ഡിഫറെൻറ്റ് ലൈറ്റിംഗ് കണ്ടീഷൻസ്. ഇറ്റ്സ് ഗുഡ്. ഹൗ ഇസ് ദ ഓഡിയോ നിങ്ങൾ പറ. സോ ഗൈസ്, ഇറ്റ്സ് ശ്രീ ഹിയർ. വെരി എക്സൈറ്റഡ് ഫോർ ദ X300 റിവ്യൂ. എൻ്റെ ഗൈസ് എനിക്ക് ഒരുപാട് ബി-റോൾ ആഡ് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ എൻ്റെ കാല് പണി കിട്ടി. അതുകൊണ്ട് എനിക്ക് എൻ്റെ മൊബിലിറ്റി ഭയങ്കര സീനാണ്. എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഞാൻ ട്രൈ ചെയ്തു, 2-3 ഷൂട്ട് ചെയ്തു. അതാ പിന്നെ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. പിന്നെ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ അടിക്കും എന്നുള്ള പേടിയുണ്ട് ഞാൻ ഇങ്ങനെ ഇപ്പോൾ 1-to-1 ഹെഡിൽ. പക്ഷേ ഐ വിൽ ട്രൈ മൈ വെരി ബെസ്റ്റ്. നമ്മുടെ റിവ്യൂവിനകത്ത് മാക്സിമം ക്വാളിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കും. സോ ഗൈസ്, ഇറ്റ്സ് ശ്രീ ഹിയർ. ടോക്ക് ടു യു ഗൈസ് ലേറ്റർ. ലവ് യു. ബൈ.